ഇനി നമുക്ക് അടുത്തത് പാരലോഗ്രാമുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് അത് വരച്ച് നോക്കാം. നമ്മൾ പാരലോഗ്രാം വരയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡ്സ് എം ടി എ ഐ ആണ്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എം ഐ ഇൻറ്റു എം ടി എന്നത് 1 ആണ് എന്നാണ്. എം ടി 1 ആണ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ എം ഐ എന്നത് എക്സ് ആണെങ്കിൽ എം ടി എന്നത് 1/x ആവും. അപ്പോൾ ഈ സൈഡ് എക്സ് ആവണം, ഈ സൈഡ് എക്സ് ആവണം. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? ഈ നമുക്ക് എന്തെഴുതാം? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം ടി ഇൻറ്റു എം ഐ ഇൻറ്റു ഹാഫ് ഇല്ല, എം ടി ഇൻറ്റു എം ഐ ഇൻറ്റു സൈൻ തീറ്റയാണ് അല്ലേ? രണ്ട് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനിടയിലുള്ള ആംഗിളിൻ്റെ സൈൻ വാല്യൂ എഴുതാം. അപ്പോൾ അതാണ് 40/41 എന്ന് എഴുതിയിരിക്കുന്നത്. എം ടി ഇൻറ്റു എം ഐ എന്നത് 1 ആണ്. അപ്പോൾ സൈൻ തീറ്റയാണ് 40/41. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആയതുകൊണ്ട് നമുക്ക് കോസ് തീറ്റ 9/41 എന്നും മൈനസ് 9/41 എന്നും ലഭിക്കും. രണ്ട് വാല്യൂസ് കോസ് തീറ്റയ്ക്ക് പോസിബിൾ ആണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് പോസിബിൾ ലെങ്ത് ഓഫ് ഡയഗണലാണ്. നമ്മൾ ഈ ഡയഗണൽ വരച്ചു. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് 180 മൈനസ് തീറ്റയാണ്, അല്ലെങ്കിൽ പൈ മൈനസ് തീറ്റയാണ്. പൈ മൈനസ് തീറ്റ റേഡിയനിൽ പൈ മൈനസ് തീറ്റ. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ എം ടി എ എടുത്തു. അപ്പോൾ നമുക്ക് അതിൽ കൊസൈൻ റൂൾ അപ്ലൈ ചെയ്താൽ എം എ കിട്ടും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കൊസൈൻ റൂളാണ്. കൊസൈൻ റൂൾ ആ ട്രയാങ്കിൾ ഒന്നുകൂടി വരച്ചു കഴിഞ്ഞാൽ ഈ ലെങ്ത് എക്സ് ആണ്, ഇത് 1/x ആണ്, ഇതാണ് എം എ. ഇതിൻ്റെ ലീസ്റ്റ് വാല്യൂ ആണ് ചോദ്യം. ഈ ആംഗിൾ പൈ മൈനസ് തീറ്റയാണ്, ഇത് ടി ആണ്. അപ്പോൾ കൊസൈൻ റൂൾ അനുസരിച്ച് എം എ സ്ക്വയർ എന്നത് എം എ സ്ക്വയർ, അതാണ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി സ്ക്വയർ പ്ലസ് ടി എ സ്ക്വയർ മൈനസ് 2mt ഇൻറ്റു ടി എ ഇൻറ്റു കോസ് പൈ മൈനസ് തീറ്റയാണ് അല്ലേ? ആ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ കോസ് എഴുതണം. എം ടി സ്ക്വയർ ഇവിടെ എക്സ് സ്ക്വയർ ആണ്, ടി എ സ്ക്വയർ 1/x സ്ക്വയർ ആണ്. 2 ഇൻറ്റു എം ടി ഇൻറ്റു ടി എ 1 ആണ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കോസ് പൈ മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എം എ സ്ക്വയർ എന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 കോസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം AMGM ഇനീക്വാളിറ്റി അനുസരിച്ച് ആദ്യത്തേൻ്റെ മിനിമം വാല്യൂ അതെന്താ? 2 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ മിനിമം വാല്യൂ 2 ആണ്. AMGM ഇനീക്വാളിറ്റി അനുസരിച്ച് ആദ്യത്തെ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയറിൻ്റെ മിനിമം വാല്യൂ 2 ആണ്. പിന്നെ കോസ് തീറ്റയുടെ ലീസ്റ്റ് വാല്യൂ കൊടുക്കണം, അപ്പോഴാണ് മിനിമം വരിക. പ്ലസ് 2 ഇൻറ്റു കോസ് തീറ്റയുടെ ലീസ്റ്റ് വാല്യൂ എന്നത് മൈനസ് 9/41 ആണ്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 82 നിന്ന് 18 പോയാൽ 64/41 എന്ന് വരും. ഇതാണ് എ ബൈ ബി. അപ്പോൾ മോഡ് എ മൈനസ് ബി എന്നത് നമുക്ക് 23 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 23 ആണ്. അപ്പോൾ നമ്മൾ സൈഡ്സ് എക്സും 1/x ആണ്. കോസ് തീറ്റ -9/41 9/41 ആണ്. കൊസൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ MA² ആണ് ചോദിച്ചിരിക്കുന്നത്, D². അത് x² + 1/x² + 2 cos തീറ്റ ആണ്. x² + 1/x² മിനിമം വാല്യൂ 2 ആണ്. കോസ് തീറ്റയുടെ മിനിമം വാല്യൂ -9/41 ആണ്. A - B കിട്ടി.